അങ്ങനെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, അങ്ങനെ ഓരോ കോമ്പറ്റീഷനും ആക്ടിവിറ്റീസും ഒക്കെ ഇനി തുടങ്ങണ ഒരു സമയമായി. അപ്പം മോൻ്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ് അല്ല, ഒരു ബുക്ക് ക്യാരക്ടർ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം നോക്കിയിട്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നു. മക്കളുടെ സ്കൂളിലത്തെ ഇതുപോലെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പോവാറുള്ളത് മീനാ സെന്ററിൽ ഒരു ഗ്രീൻ കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. അപ്പം സത്യത്തിൽ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ മോൻ്റെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴായിരുന്നു ഇങ്ങനൊരു ഷോപ്പിനെ കുറിച്ച് കണ്ടത്. അപ്പോൾ തൊട്ടടുത്ത് ലൊക്കേഷനായിട്ട് കണ്ടായിരുന്നു നമ്മൾ അവിടെ പോയി നോക്കിയതായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കുട്ടികളുടെ സ്കൂളിലത്തെ ഇങ്ങനെ ഫാൻസി ഡ്രസ്സിനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രിൻസ് ആൻഡ് പ്രിൻസസ് കോമ്പറ്റീഷൻ, അങ്ങനെ ബുക്ക് ക്യാരക്ടർ, അങ്ങനെ എന്തൊരു കോസ്റ്റ്യൂമും ഓരോ ക്യാരക്ടറിൻ്റെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ബുക്ക് ക്യാരക്ടറായിട്ട് മോന് അലാദീൻ്റെ കോസ്റ്റ്യൂമായിരുന്നു. ആ ഒരു പിക്ചറിൽ കാണുന്ന എല്ലാ ഡ്രസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും ആ ഒരു കവറിലുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു മാജിക് ലാമ്പും കൂടി ഉണ്ട്, അതുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരം ഞാൻ അതൊരു മാജിക് ലാമ്പ് പ്രിന്റ് എടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചിട്ട് കൊടുക്കായിരുന്നു. പിന്നെ കാലത്ത് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ എനിപ്പിച്ച് റെഡിയാക്കിയ കാരണം മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു അലാദീൻ്റെ ഒരു ഫുൾ കോസ്റ്റ്യൂം.